നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏകദേശം 1500 വർഷത്തിലേറെ പഴക്കം കണക്കാക്കുന്ന ഈ ക്ഷേത്രം തനതായ ആചാരപരമായ പ്രത്യേകതകൾ കൊണ്ട് ലോകശ്രദ്ധ ആകർഷിക്കുന്നു. കംസവധത്തിനു ശേഷം അതിയായി വിശന്നുവശനായ ശ്രീകൃഷ്ണന്റെ ചതുർബാഹു രൂപമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന വിശ്വാസം ക്ഷേത്രത്തിലെ ദൈനംദിന ആചാരങ്ങളെയും പൂജാസമയങ്ങളെയും നിയന്ത്രിക്കുന്ന അടിസ്ഥാന തത്വമായി നിലകൊള്ളുന്നു. ലോകത്തിലെ മറ്റ് ആരാധനാലയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിരവധി അനന്യമായ അതിജീവന വിധികൾ അഥവാ സർവൈവൽ റിച്വൽസ് ഈ ക്ഷേത്രത്തിൽ പിന്തുടരുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ 4 കൈകളോട് കൂടിയ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ചതുർബാഹു രൂപം ഭഗവാൻ പടിഞ്ഞാറോട്ട് ദർശനമായി നിലകൊള്ളുന്നു. കേരളത്തിലെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഗുരുവായൂർ ഒഴികെ കിഴക്ക് ദർശനമായിരിക്കുമ്പോൾ തിരുവാർപ്പിലെ ഈ പടിഞ്ഞാറ് ദർശനത്തിന് പ്രത്യേക പ്രാദേശിക പ്രാധാന്യം കൽപ്പിക്കുന്നു. പ്രധാന ശ്രീകോവിലിന് കിഴക്കുഭാഗത്തായി കൊച്ചമ്പലം അഥവാ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. വടക്കുഭാഗത്ത് പരമശിവന് കോവിലുണ്ട്, ശിവൻ കോവിൽ. അതുപോലെ നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയും വടക്കുഭാഗത്ത് കാണാം. പടിഞ്ഞാറ് ഭാഗത്തായി ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ് എന്നിവരുടെ പ്രതിഷ്ഠകളുണ്ട്. തെക്കുഭാഗത്ത് യക്ഷഗന്ധർവൻ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഈ പ്രധാന ഉപദേവതകൾക്ക് പുറമേ ഭൂതത്താൻ ശ്രീരാമൻ, സീത, ഹനുമാൻ, അയ്യപ്പൻ, ഗോശാലകൃഷ്ണൻ, ദക്ഷിണാമൂർത്തി എന്നിവർക്കായും പ്രത്യേക സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. തിരുവാർപ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ലോകത്തിൽ തന്നെ ഏറ്റവും നേരത്തെ നട തുറക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പുലർച്ചെ 2 മണിക്കും 2:30 മണിക്കും ഇടയിൽ പള്ളി ഉണർത്തൽ ചടങ്ങിന് ശേഷം ഉദയാൽപരം എന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നട തുറക്കുന്നത്. നട തുറക്കുന്നതിൽ ഏതെങ്കിലും കാരണവശാൽ കാലതാമസം വന്നാൽ അത് ഭഗവാന്റെ വിശപ്പിന് കാരണമാകുമെന്ന് ഭയക്കുന്നു. അതിനാൽ ശ്രീകോവിലിന്റെ താക്കോലിനൊപ്പം ഒരു കോടാലി പൂജാരിയെ ഏൽപ്പിക്കുന്നു. താക്കോൽ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ കാലതാമസം ഒഴിവാക്കാനായി പൂട്ട് തകർക്കാൻ പൂജാരിക്ക് പൂർണ്ണ അനുവാദമുണ്ട്. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാത്ത ഈ ആചാരം ദൈവികമായ ആവശ്യങ്ങൾക്ക് സ്ഥാപനപരമായ നിയമങ്ങൾക്കപ്പുറം പ്രാധാന്യം നൽകുന്നു എന്ന തത്വം ഉറപ്പിക്കുന്നു. തിരുവാർപ്പിൽ പൂജാരിക്ക് നൽകുന്ന ഈ അധികാരം അദ്ദേഹത്തെ ദൈവത്തിന്റെ പ്രാഥമിക രക്ഷകൻ അഥവാ പ്രൈമറി കസ്റ്റോഡിയൻ ആയി ഉയർത്തുന്നു. ഈ പൗരോഹിത്യപരമായ അധികാരം ദൈവത്തിന്റെ വിശപ്പിന്റെ പ്രാധാന്യം സുരക്ഷാ മാനദണ്ഡങ്ങളെക്കാളും കർശനമായ ആചാരങ്ങളെക്കാളും പ്രധാനമാണ് എന്ന് എടുത്തുകാട്ടുന്നു. പുലർച്ചെ നട തുറന്ന ഉടനെ ഏകദേശം 3 മണിക്ക് ഭഗവാന് ഉഷപ്പായസം എന്ന പ്രത്യേക നിവേദ്യം സമർപ്പിക്കുന്നു. നിവേദ്യത്തിന്റെ പ്രത്യേകത അരി, ശർക്കര, നെയ്യ്, കദളിപ്പഴം, ഉണങ്ങിയ തേങ്ങ എന്നിവ ചേർത്താണ് ഉഷപ്പായസം തയ്യാറാക്കുന്നത്. പാചകരീതി അരി വെന്ത ശേഷം ശർക്കരപ്പാനി അത് സ്വയം നിലയ്ക്കുന്നതുവരെ ഒഴിച്ചു കൊടുക്കുന്ന അസാധാരണമായ പാചകരീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. ഭഗവാൻ കംസവധത്തിന് ശേഷം ക്ഷീണിതനായ രൂപത്തിലാണ് കുടികൊള്ളുന്നത് എന്ന വിശ്വാസം അഭിഷേകാനന്തര ശുശ്രൂഷയുടെ ക്രമത്തിലും പ്രതിഫലിക്കുന്നു. അഭിഷേകം കഴിഞ്ഞാൽ ആദ്യം ഭഗവാന്റെ ശിരസ്സാണ് തോർത്തുന്നത്. ഉടനെ തന്നെ ഉഷപ്പായസം നിവേദിക്കുന്നു. ഈ നിവേദ്യം കഴിഞ്ഞ ശേഷം മാത്രമേ വിഗ്രഹത്തിന്റെ മറ്റു ഭാഗങ്ങൾ തോർത്തുകയുള്ളൂ. ഇത് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ നിവേദ്യ ചടങ്ങുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. സൂര്യചന്ദ്ര ഗ്രഹണങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു ഹൈന്ദവ ക്ഷേത്രങ്ങൾ നടയടച്ചിടാറുണ്ട്. എന്നാൽ തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഗ്രഹണ സമയത്തും പൂജകൾക്കും നിവേദ്യങ്ങൾക്കും മുടക്കമുണ്ടാകാറില്ല. ഭഗവാന്റെ ദിവ്യരൂപം സജീവമാണ് എന്ന വിശ്വാസമാണ് ഇതിനു കാരണം. ഒരിക്കൽ ഗ്രഹണ സമയത്ത് ക്ഷേത്രം അടച്ചപ്പോൾ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ അരഞ്ഞാൻ ഊർന്നുപോയതായി കണ്ടുവെന്നും വിശപ്പ് കൊണ്ടാണിത് സംഭവിച്ചതെന്നും അപ്പോൾ ക്ഷേത്രത്തിലെത്തിയ ആദി ശങ്കരാചാര്യർ അഭിപ്രായപ്പെട്ടു എന്നും ഐതിഹ്യമുണ്ട്. അന്നു മുതൽ ഗ്രഹണ സമയത്ത് ഭഗവാന് ഭക്ഷണം മുടക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കപ്പെട്ടു. ഗ്രഹണ സമയത്ത് പൂജകൾ മുടക്കില്ലാതെ നടത്തുമെങ്കിലും പുറത്തെ ഗോപുരവാതിലുകൾ അടച്ചിടുകയാണ് ഇവിടുത്തെ കീഴ്വഴക്കം. ഈ മാനുഷികവൽക്കരണം ഭക്തർക്ക് ഭഗവാനോടൊരു പ്രത്യേക വാത്സല്യഭാവം അഥവാ വാത്സല്യഭക്തി നൽകാൻ സഹായിക്കുന്നു. രാത്രി 7 മണിക്ക് നടക്കുന്ന അത്താഴപൂജയ്ക്ക് ശേഷം പൂജാരി ഒരു പ്രത്യേക ചോദ്യം പരസ്യമായി ചോദിക്കാറുണ്ട്. ചേർത്തലയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? വിഗ്രഹം ആലപ്പുഴ മുഹമ്മ ഭാഗത്തു നിന്ന് ഒഴുകി വന്നു എന്ന ഐതിഹ്യത്തിന്റെ ആചാരപരമായ സ്ഥിരീകരണമാണ് ഈ ചടങ്ങ്. വിഗ്രഹത്തിന്റെ ഉദ്ഭവസ്ഥാനത്തോടുള്ള ബഹുമാനവും ഐതിഹ്യപരമായ വേരുകൾ നിലനിർത്തുന്നതിനുള്ള ക്ഷേത്രത്തിന്റെ പ്രതിബദ്ധതയുമാണ് ഈ ചടങ്ങ് സൂചിപ്പിക്കുന്നത്. തിരുവാർപ്പ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ വാർഷികോത്സവം മേടമാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളിലായി ആഘോഷിക്കുന്നു. തൃക്കൊടിയേറ്റ് ചടങ്ങുകളോടെയാണ് 10 ദിവസത്തെ ഉത്സവം ആരംഭിക്കുന്നത്. 2-ാം ദിവസം വിഷുദിനത്തിൽ വിഷുവിളക്ക് പ്രധാന ചടങ്ങായി നടക്കും. 5-ാം ദിവസത്തെ പ്രധാന ചടങ്ങ് വലിയ വിളക്കാണ്. 6-ാം ദിവസം 5-ാം പുറപ്പാടും 7-ാം ദിവസം വടക്കോട്ട് പുറപ്പാടും എന്നിങ്ങനെ ചടങ്ങുകൾ നടക്കുന്നു.
9-ാം ദിവസം പള്ളിവേട്ടയും തെക്കോട്ട് പുറപ്പാടും നടക്കുന്നു. 10-ാം ദിവസം ഗുരുവായൂരിലെ പോലെ ആനയോട്ടം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുന്നു. തിരുവാർപ്പ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാത്തതുമായൊരു ചടങ്ങാണ് വിളക്കേട. ഈ ചടങ്ങിൽ ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമേ അനുവാദമുള്ളൂ. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ് വിളക്കേടയിൽ പങ്കെടുക്കുന്നത്. അവർ ശ്രീകൃഷ്ണനെ പോലെ വേഷം ധരിച്ച് വിളക്കേടയ്ക്കായി പ്രത്യേകം രൂപം നൽകിയ വിളക്ക് വഹിച്ച് ക്ഷേത്രത്തെ രാവിലെയും വൈകുന്നേരവുമായി 7 തവണ പ്രദക്ഷിണം ചെയ്യുന്നു. ഉത്സവം അവസാനിക്കുന്നതുവരെ ഈ ചടങ്ങ് നടക്കും. ഈ ആചാരം പ്രാദേശിക പാരമ്പര്യങ്ങളിലെ സമുദായപരമായ അവകാശ ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നു. 10-ാം ദിവസത്തെ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു. ആറാട്ടിനായി വിഗ്രഹത്തെ വലിയ വടത്തിലേക്ക് എഴുന്നള്ളിക്കുമ്പോൾ ഭഗവാന് നിവേദ്യമായി ഇളനീരിനൊപ്പം മാങ്ങ അച്ചാറും അഥവാ തണ്ണിമാങ്ങയും സമർപ്പിക്കാറുണ്ട്. ആറാട്ടെന്ന ശുദ്ധീകരണ ചടങ്ങിനിടയിൽ പോലും ഭഗവാന്റെ ക്ഷീണവും വിശപ്പും അകറ്റാൻ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നിവേദ്യം നൽകുന്നത് ദൈവിക വിശപ്പിന്റെ തത്വം ഉത്സവാവസാനം വരെ പാലിക്കപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ്. 10-ാം ദിവസം സൂര്യാസ്തമയ സമയത്ത് സൂര്യരശ്മികൾ ശ്രീകോവിലിനുള്ളിൽ പതിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇത് ഭഗവാന്റെ ദിവ്യ സാന്നിധ്യം ആഘോഷിക്കപ്പെടുന്നതിന്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ്. വാർഷികോത്സവത്തിന് പുറമെ മറ്റു പ്രധാന വിശേഷ ദിവസങ്ങളും ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു. ശ്രീകൃഷ്ണ ജയന്തി, വിഷു, ചിങ്ങം 1 അഥവാ മലയാള പുതുവർഷാരംഭം, ഓണം, നിറപുത്തരി, ഏകാദശി എന്നിവ പ്രധാനമാണ്. കൂടാതെ ബുധനും വ്യാഴവും ഇവിടെ വിശേഷപ്പെട്ട ദിവസങ്ങളായി കണക്കാക്കുന്നു. ക്ഷേത്രത്തിലെ കേന്ദ്ര സങ്കല്പം വിശക്കുന്ന ഭഗവാനായതുകൊണ്ട് എല്ലാ ആചാരപരമായ സൗകര്യങ്ങളെക്കാളും നിയമങ്ങളെക്കാളും വലുത് ദൈവത്തിന്റെ വിശപ്പ് മാറ്റുക എന്ന പ്രാഥമിക ധർമ്മമാണ് എന്നീ ക്ഷേത്രം പ്രഖ്യാപിക്കുന്നു. പുലർച്ചെയുള്ള നട തുറക്കൽ, പൂട്ടു തകർക്കാൻ പൂജാരിക്ക് നൽകിയിട്ടുള്ള കോടാലി അധികാരം, ഗ്രഹണ സമയത്ത് മുടക്കില്ലാതെ നടത്തുന്ന പൂജകൾ, അത്താഴ പൂജയ്ക്ക് ശേഷമുള്ള ചേർത്തല അന്വേഷണം എന്നിവയെല്ലാം ഈ അടിയന്തര ഭക്തിയുടെ പ്രതിഫലനങ്ങളാണ്. ഈ ആചാരങ്ങൾ വിഗ്രഹം കേവലം പ്രതിഷ്ഠാരൂപം മാത്രമല്ല, ഭൗതികമായ ആവശ്യങ്ങളുള്ള ഒരു സജീവ ദിവ്യ വ്യക്തിത്വമാണ് എന്ന വിശ്വാസത്തെ ഉറപ്പിക്കുന്നു. ഈ ദിവ്യമായ വിശപ്പിന്റെ കഥ പാണ്ഡവകാലം മുതലുള്ള ഐതിഹ്യങ്ങളെയും വിൽവമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ട സ്ഥാപന ചരിത്രത്തെയും സ്ഥിരീകരിക്കുന്നു. തിരുവാർപ്പ് ക്ഷേത്രം അതിന്റെ പുരാതനമായ വാസ്തുശില്പത്തിൽ അഥവാ 880 AD അതുല്യമായ ആചാരങ്ങളിലും സാംസ്കാരികപരമായ പൈതൃകത്തിന്റെ ഒരു പ്രധാന പ്രവാഹമായി നിലകൊള്ളുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നന്ദി.